ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഇച്ചിരി മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യല്ലേ, എല്ലാവരും വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ വൈകുന്നേരമായി, ഞാൻ ഓർത്തു എന്നാൽ എളുപ്പമുള്ള ഒരു ടിപ്പ്, പക്ഷെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്, അത്യാവശ്യമാണ്. നിങ്ങൾ ക്രീമൊക്കെ തേക്കുമായിരിക്കും അല്ലേ? എന്നാൽ ക്രീം ഒന്നും തേക്കരുത് കേട്ടോ. നമ്മൾ എല്ലാം കെമിക്കലുള്ള ക്രീമുകളല്ലേ വാങ്ങിക്കുന്ന ക്രീമുകളല്ല. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് സിമ്പിളായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾക്ക് നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ അത് പിന്നെ നിർബന്ധമായിട്ട് നമുക്ക് രാത്രിയിൽ കിടക്കുമ്പം മുഖത്തും കയ്യിലും കാലിലും ക്രീം തേക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ടിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സോപ്പിട്ട് തേച്ച് കഴുകാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അത് നമുക്ക് മുഖത്തെല്ലാം കുരുക്കളൊക്കെ വരും. കാരണം ഏത് ക്രീം തേച്ചാലും അങ്ങനെ രാവിലെ ആകുമ്പോൾ നമ്മളത് കഴുകിക്കളയണം. പിന്നെ പകൽ തേച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രീം, അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖം എല്ലാം സോപ്പിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് തേക്കാൻ പറ്റുന്ന ക്രീമുണ്ട്. അപ്പം രണ്ട് ക്രീമാണ്, രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. എല്ലാവർക്കും സ്നേഹമുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ, എല്ലാ പെൺപിള്ളേർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. മഞ്ഞളില്ലാത്ത ക്രീമുകളും, അതായത് ടിപ്സ്, മഞ്ഞൾ ഉപയോഗിക്കാത്ത ടിപ്സൊക്കെ ആൺപിള്ളേർക്കും യൂസ് ചെയ്യാം, ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം. മഞ്ഞളിടുന്നത് ആണുങ്ങൾ യൂസ് ചെയ്യില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് കാണിച്ചേക്കാം. രാത്രി തേക്കാൻ ഇതാ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കാണിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഞാനിന്ന് മിക്സ് ചെയ്ത് കാണിക്കും. ഇത് ഈ വെളിച്ചെണ്ണയും കറ്റാർവാഴയുടെ ജെല്ല് ഇതാ ഒരു ടീസ്പൂൺ കണ്ടോ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, നല്ല ഞാനിപ്പോൾ അരച്ചൂട്ടിൻ്റെ എണ്ണയല്ലേ എടുത്തത്. കറ്റാർവാഴയുടെ ജെല്ല്, അതിപ്പോൾ അതിന് അളവൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഒരു ക്രീമിൻ്റെ പരുവാകുമ്പോൾ അങ്ങ് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. ഇതേ, അയ്യോ അത് ഇടുന്ന കാണിച്ചില്ലേ, അതേ ട്രാൻസ്പെറൻറ്റാണ്, കാണാമല്ലോ. വെളിച്ചെണ്ണയും കറ്റാർവാഴയുടെ ജെല്ലും ഇതേട്ടോ, കാണാമല്ലോ, നല്ലതായിട്ട് കാണരുതോ, കാണാമല്ലോ. ഇതേ ഞാൻ ഏക്കാലും ഇത് കലക്കുന്നവരെ കാണിക്കാല്ലേ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമാണ്. ഇതാ നിറം മാറുന്നുണ്ടോ? അസൽ ക്രീം, ഇത് എൻ്റെ സ്വന്തം കയ്യിൽ നിന്നിട്ടിരിക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച്, ചുമ്മാ എനിക്ക് ഇതിലെ നടന്നപ്പോഴത്തേക്കിനും എപ്പോഴും ഇങ്ങനെ വീഡിയോ എന്നാ ഇടുന്നേ എന്നുള്ളൊരു ചിന്തയല്ലേ. അപ്പം സ്വന്തമായിട്ട് എനിക്ക് തോന്നി, വെളിച്ചെണ്ണ എപ്പോഴും നല്ലതല്ലേ, രാത്രി തേച്ചിട്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി തേച്ചിട്ട് കിടക്കുന്നതല്ല. ഞാൻ ഓർത്തു കറ്റാർവാഴയുടെ ജെല്ലൂടെ തേച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കി. ഇതൊന്ന് മിക്സ് ചെയ്യുമ്പം എങ്ങനെ അതിൻ്റെ രൂപം എന്ന് നോക്കാവുന്നേ. അത് നോക്കുമ്പോഴത്തേക്കും ഇതാ കിടക്കുന്നത് നല്ല ഒന്നാന്തരം പിന്നെ ക്രീം പോലെ തന്നെ ഇരിക്കുന്നു. മിക്സ് ചെയ്യുന്ന കാണിച്ചേ, എനിക്ക് ഫോൺ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇതാ അസൽ ക്രീം കണ്ടോ, കറക്റ്റ് ക്രീം. ഞാൻ തേച്ച് കാണിക്കാം. ഇതുണ്ടോ, ഒട്ടും സ്റ്റിക്കി ഒന്നുമല്ല, നല്ല കണ്ടോ, നല്ല ഗ്ലോ ആയിട്ട്, സ്റ്റിക്കിയേ അല്ല, നമ്മൾ തേച്ചെന്ന് അറിയത്തേയില്ല, നല്ല ഗ്ലോയാണ്. രാത്രി നമ്മൾ കിടക്കുമ്പം ഉടുപ്പയിലോ ബെഡിലോ ഒന്നും പറ്റി അങ്ങ് പോകത്തുമില്ല. ഇത് അങ്ങ് വലിഞ്ഞ് കഴിയുമ്പോൾ ഉറങ്ങിയാൽ മതി. പിന്നെ നേരെ അങ്ങ് കിടക്കുവാണെങ്കിൽ പില്ലോയെ പറ്റിയൊന്നും പോകത്തില്ലല്ലോ. ഇത് കണ്ടോ, നല്ല ഗ്ലോ ഇല്ലേ?
2 ഞാൻ ചുമ്മാ കണ്ടുപിടിച്ച കേട്ടോ. വീഡിയോ ഞാൻ ഓഫ് ചെയ്യാത്തത് നിങ്ങൾക്ക് തൃപ്തി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ കലക്കുന്ന കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പരാതിയുണ്ടേ, അതുകൊണ്ട്. ഇപ്പോൾ കാണിച്ചല്ലോ, മിക്സ് ചെയ്യുന്ന ഞാൻ കാണിച്ചില്ലേ. ഇത് നമുക്ക് ഫുള്ള് ഓവർനൈറ്റ് അങ്ങോട്ട് തേച്ചുകൊണ്ട് കിടക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് സോപ്പിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ സ്കിന്നിൽ യാതൊരു കുരുക്കളോ കാര്യങ്ങളോ ഒന്നും വരാം. ക്രീം ഇങ്ങനെ പിടിച്ചിരുന്ന് കഴുകി കളഞ്ഞില്ലെങ്കിൽ സ്കിന്നിന് അഴുക്കല്ലേ. പെടലിയിലും കയ്യിലും കാലയിലും എല്ലാം തേക്കാം കേട്ടോ. ഞാനിപ്പം വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല. ഇനി അടുത്തത് ഞാൻ തേച്ച് കാണിക്കണോ, പറഞ്ഞാൽ മതിയോ? അടുത്തത് ഇതാ പകല്, ഏറ്റവും നല്ല പകല് തേച്ചുകൊണ്ട് നടക്കുന്നത് ഇതാ നമ്മളുടെ തേൻ ശക്കലെടുത്തു, ഒരു 1/2 ടീസ്പൂൺ എടുത്തേ. ഇനി ഇതാ കറ്റാർ വാഴയുടെ ജെല്ലും, ഇതും ഞാൻ ഉപയോഗിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു. പകലൊരു നല്ല മുഖത്തിനൊരു നല്ല കറ്റാർ വാഴയുടെ ജെല്ലും തേനും കൂടെ കളറ് മാറിയിട്ട് മഞ്ഞ കളറായില്ലേ. ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് നാരങ്ങാനീര് 2 തുള്ളി ഒഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ തക്കാളി നീര് തേക്കണമെന്നുണ്ടെങ്കിൽ, തേനും തക്കാളി നീരും കൂടെ നല്ലതാണല്ലോ ടാൻ പോകാനൊക്കെ, അത് തേക്കണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാം. ഇതിനിപ്പോൾ ഞാൻ അങ്ങനെ ഇത് തൂക്കാതെ കാണിക്കുന്നത്. തേക്കാലും തേച്ചതല്ലേ വലിയട്ടല്ലേ. അപ്പം ഇതിതാ ഇങ്ങനെ മിക്സാ, 2 ഐറ്റം തേനും കറ്റാർ വാഴയും. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തേച്ച് കാണിക്കുക. ഇനിയിപ്പം മുഖത്ത് തേക്കണമെങ്കിൽ മറ്റേ തേച്ചതൊന്ന് കഴുകി കളയണ്ടേ. കണ്ടോ നല്ല ഗ്ലോ കണ്ടോ, കണ്ടോ ഗ്ലോ കണ്ടോ. പാടൊന്നും നോക്കണ്ട, ഒക്കെ കുക്കറയിലൊക്കെ കൊള്ളുന്നു, കൊതുകടിക്കുന്നതും അങ്ങനെയൊക്കെയാണ്. കണ്ടോ നല്ലതല്ലേ? ഒന്നും അറിയുന്നില്ല, ഒന്നും തേച്ചെന്നൊന്നും അറിയുന്നില്ല. കണ്ടില്ലേ? പിന്നെ ഒരു സാധനം കാണിക്കാമോ. ഇനിയിപ്പോൾ ഇത് രണ്ടും എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെ ഉണ്ടല്ലോ, എന്നാന്ന് പറയട്ടെ, ഭയങ്കരമായിട്ടോ അത് നമ്മളുടെ ചെതുമ്പൽ പോലെ ശരീരത്ത് ഈ സ്കിൻ ഡിസീസസ് വരത്തില്ലേ, ചെതുമ്പൽ പോലെ ശരീരത്ത് ചിലർക്കിങ്ങനെ വരുവേ, മൊരുമൊരാന്ന് ചെതുമ്പൽ പോലെ വരും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഈ സ്കിൻ ഡിസീസസ് ഒക്കെ ഇല്ലേ, നിങ്ങളൊന്നും പേടിക്കേണ്ടത്. പിന്നെ ഭയങ്കര പ്രയാസത്തിലിരുന്ന നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട നല്ലൊരു യൂട്യൂബർ, ഭയങ്കര സ്കിൻ ഡിസീസസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ളവർ കൂട്ടുകൂടത്തൊന്നും ഇല്ലായിരുന്നു, മാറ്റി നിർത്തുമായിരുന്നു. അത്രയ്ക്ക് പിന്നെ ഭയങ്കര ഇതായിരുന്നേ. അപ്പം ഒരു ബസ്സിൽ കയറിയപ്പോഴത്തേക്കിനും ഒരു ചേച്ചി പറഞ്ഞു, ഇതെന്നാ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന പോലാന്ന് പറഞ്ഞു. ഒത്തിരി മരുന്നൊക്കെ ഉപയോഗിച്ചതാണ്, അപ്പം ഒന്നും കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു കൊടുത്തു, മോളെ ഇത് ഗ്ലിസറിൻ അല്ല സോറി റോസ് വാട്ടറും ഗ്ലിസറിനും, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇന്നാളെ ഞാൻ പറഞ്ഞു തന്നതല്ലേ, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. ദാ 1 സ്പൂൺ റോസ് വാട്ടർ, 1 ടീസ്പൂൺ റോസ് വാട്ടർ, അതിൻ്റെ പകുതി ഗ്ലിസറിൻ, 1/2 സ്പൂൺ. ഇതൊരു കുഴമ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ ഇതാണ് എടുക്കുന്നതെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേച്ച ഭയങ്കര, ആ പുള്ളിക്കാരത്തി ഇപ്പോൾ ഇരിക്കുന്നതാണ്. ആ യൂട്യൂബറുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുള്ള പത്തനംതിട്ട റാന്നി ഞങ്ങൾ പോയി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഏപ്രിൽ ഞങ്ങൾ 2 വണ്ടി ആൾക്കാർ, എൻ്റെ അനിയത്തിമാർ 3 കുടുംബവും എൻ്റെ അപ്പനും അമ്മയും ഞാനും മക്കളും കൂടെ പോയതാണ്. നല്ല വെളുകുളവളാ റോസ് കളറിലായിരിക്കുന്ന, ഫുള്ള് സ്കിന്നും
ഇങ്ങനെ പ്രശ്നമായിരുന്നു. ചെതുമ്പൽ പോലെ ഇരിക്കുന്ന മനുഷ്യൻ കണ്ടാൽ അറയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഞാനത് നേരത്തെ കണ്ടിട്ടില്ല, പക്ഷേ ഭയങ്കര ഇതാ പറയുന്നത്, കറക്റ്റാണ് പറയുന്നത്. ഒരു കള്ളത്തരോ അല്ല. ഇതാ ചുമ്മാ ഇങ്ങനെ ലിക്വിഡ് ഫോമിലായിരിക്കുന്നത്. ഇത് കണ്ടോ, അത് രണ്ടും കൂടെ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തും പെടലിയും കഴുത്തും പിന്നെ കയ്യും കാലും എല്ലാം തേക്കാം. ഞാനിപ്പോൾ ഇതൊരു 2-3 ദിവസമായി ഞാൻ തേക്കുന്നത്. എൻ്റെ കൈയെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ കൈയെല്ലാം ഭയങ്കര ടാൻ പിടിച്ച്, ഞാൻ സ്കൂട്ടർ ഓടിയിൽ ഉണ്ടായിരുന്ന കാരണം ടാൻ പിടിച്ച് ഭയങ്കര ഇതായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ തേച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ടാനെല്ലാം കാണാമോ, ടാനെല്ലാം പോയി. വീഡിയോയിൽ ചിലപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ലൈറ്റിൻ്റെ അടിച്ചാൽ നമ്മൾക്ക് കറുത്തിരിക്കുവേ, നല്ലതായിട്ട് ലൈറ്റ് അടിച്ചില്ലെങ്കിൽ കറുത്തിരിക്കും. എൻ്റെ കൈ ടാനായിട്ടങ്ങ് ഭയങ്കര ഇതായിരുന്നേ. ഞാൻ 3-4 പ്രാവശ്യം വേണ്ട ഇത് തേച്ചു, 3-4 ദിവസം തേച്ചു, പകലെല്ലാം ഇങ്ങനെ തേച്ചുകൊണ്ട് നടന്നു. അപ്പം എൻ്റെ കൈയുടെ ടാൻ നല്ലതായിട്ട് മാറി, നല്ലതായിട്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഭയങ്കര പിന്നെ കരിക്കട്ട പോലെ കൈപ്പത്തിയിരുന്ന വെയിലടിക്കുന്ന ഫുൾ സ്ലീവ് ചുരിദാർ ഇടുന്നതുകൊണ്ട് ഇത്രയും ഭാഗം അങ്ങനെ വലിയ കുഴപ്പമില്ലേ. പക്ഷെ നമ്മുടെ കഴുത്തും ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് മുഖവും പ്രശ്നമില്ല, പക്ഷെ കഴുത്തും പിന്നെ ഈ കൈയും പിന്നെ ഷൂസ് ഇടുന്നതുകൊണ്ട് കാലിൻ്റെ പത്തിക്കും കുഴപ്പമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് കൈപ്പത്തി ഇതായിട്ട് എനിക്ക് സങ്കടമായി. പക്ഷേ ഇത് ആ യൂട്യൂബർ ഇത് പറയുന്ന കേട്ടപ്പോൾ തൊട്ട് ഞാനും ഓർത്ത് ഒന്ന് നോക്കിയേക്കാം. പിന്നെ അത് തേച്ച് എൻ്റെ കൈയുടെ ടാൻ നല്ലതായിട്ട് പോയി. ഇത്രയും കാര്യവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അല്ലാതെ ഞാൻ ഒട്ടും വാചകടിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ പുറകെ ബാഡ് കമൻറ്റും ഇട്ടുകൊണ്ട് വരരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പറയുന്ന, അല്ലാതെ എനിക്ക് വേണ്ടി ഇത് തന്നെ ഉപയോഗിച്ച് തന്നെ അങ്ങ് മിടുക്കിയായിട്ട് നടക്കാം. പക്ഷെ അതല്ലല്ലോ, എല്ലാവരും മിടുക്കരായിട്ടിരിക്കണം. അപ്പോൾ നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവരും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.